എന്നാൽ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീചപ്രവൃത്തികൾക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടിയായിരിക്കാം ഈ കാട്ടുതീ. എന്നാൽ കാട്ടുതീയിൽ വെന്തുമരിക്കുന്ന ആളുകളുടെ ജീവന് സമാധാനം പറയേണ്ടത് ആരാണ്? ഇപ്പോൾ ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയപ്പോൾ അവിടെ ഒന്നും അറിയാതെ നിന്ന ജനങ്ങൾക്ക് ആരാണ് ഇപ്പോൾ സമാധാനത്തിന് വേണ്ടി സഹായവുമായി എത്തുന്നത്? വലിയ കാട്ടുതീ വലിയ ഭയാനകമായി തന്നെ നിലനിൽക്കും. എന്നാൽ അതിനെ ആഘോഷമാക്കുന്ന ശത്രു രാജ്യങ്ങൾ ആരെല്ലാമാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത ഇതിലല്ല കാണിക്കേണ്ടതെന്നും എങ്ങനെയെല്ലാം ഇസ്രായേലിനെ സഹായിക്കാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം നമ്മൾ ഇസ്രായേലിനെ സഹായിക്കുകയാണ് വേണ്ടതെന്നും ഉറക്കെ പറയുകയാണ് ഓരോ രാജ്യങ്ങളും. ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന ഇത്തരത്തിലുള്ള ഭീഷണിക്ക് ഒരു സഹായം ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതാകാൻ ഈ കാട്ടുതീ കൊണ്ട് കാരണമാകുമെന്നും നമ്മൾ ഓർക്കണം.